Hi everyone, welcome you all to Commerce Lesson Plans with ARJ. Today, our topic is trend analysis. We discussed about common size income statements and comparative income statements and comparative balance sheet and common size balance sheet. Okay, then today we will learn about the trend analysis. What is trend analysis? It is an aspect of technical analysis. What is its benefit? It tries to predict the future movement of a stock based on the past data. അതായത് ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എന്ന് പാസ്റ്റ് ഡാറ്റയിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്ന വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ട്രേഡറിന് മനസ്സിലാക്കുന്ന ഒരു രീതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രെൻഡ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ ട്രെൻഡ് മീൻസ് എന്താ? ഇറ്റ് ഇസ് എ ജനറൽ ടെൻഡൻസി അല്ലേ. സോ അനാലിസിസ് ഓഫ് ദിസ് ജനറൽ ടെൻഡൻസി ഈസ് കോൾഡ് ട്രെൻഡ് അനാലിസിസ്. So it is done on the basis of the data of the base year, and it is done by comparing the past data over a period of time with a base year is called trend analysis. So ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? പാസ്റ്റ് ഡാറ്റേനെ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രെൻഡ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾക്കിപ്പോൾ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2016, 17, 18, 19, 20 ഒരു 5 ഇയേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. സോ അതിൽ ഏതെങ്കിലും ഒരു ഇയറിനെ നമ്മൾ ബേസ് ഇയർ ആക്കുക. കോമൺലി നമ്മൾ ഫസ്റ്റ് ഇയർ ഏതാണോ തന്നേക്കുന്നത് ആ ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഓരോ ഈച്ച് ഐറ്റം ഓഫ് ദ ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് 100 and on that basis the percentage of other years are calculated. മനസ്സിലായോ? സോ ആ ഒരു ബേസ് ഇയറിനെ ഫസ്റ്റ് ബേസ് ഇയറിനെ എടുത്തിട്ട് ഓരോ വർഷത്തെയും ഇയർ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 നമ്മൾ ബേസ് ഇയറിലേക്ക് അല്ലെങ്കിൽ 100% മാറ്റുന്നു. സോ ഈച്ച് ഐറ്റം ഓഫ് ദ ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് 100 and on that basis the percentage for others years are calculated. സോ ട്രെൻഡ് അനലൈസിസ് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഡയറക്ഷൻ in which the organization is moving. And what are the objectives of trend analysis? First, to find the trend or direction or a movement over a period of time, and to make a comprehensive and comparative study, and to have a better understanding of financial and profitability position. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രെൻഡ് അനാലിസിസ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എന്താണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള കമ്പാരിറ്റീവ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സ്റ്റഡി നമുക്ക് പോസിബിൾ ആകുന്നുണ്ട് ട്രെൻഡ് അനാലിസിസിലൂടെ. ദെൻ അതുകൊണ്ട് തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനീസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദ ചേഞ്ചസ് ആർ കാൽക്കുലേറ്റഡ് ഫോർ സെവറൽ സക്സസീവ് ഇയേഴ്സ് ഇൻസ്റ്റെഡ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ 1-2 വർഷമല്ല, പകരം നമുക്ക് അടുപ്പിച്ചൊരു സക്സസീവ് ഇയേഴ്സിൻ്റെ തന്നെ കാൽക്കുലേഷൻ നടത്തി അതിൻ്റെ ഒരു ചേഞ്ചസ്, ഒരു ട്രെൻഡ്, ഒരു മൂവ്മെൻറ്റ്, ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആൻഡ് ട്രെൻഡ് അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് മേ പോയിൻറ്റ് ടു ബേസിക് ചേഞ്ചസ് ഇൻ ദ നേച്ചർ ഓഫ് ദ ബിസിനസ്. And trend analysis uses an index number to show the changes in related items over a period of time. സോ ട്രെൻഡ് അനാലിസിസിൽ നമ്മളൊരു ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ചേഞ്ചസ് ഓഫ് റിലേറ്റഡ് ഐറ്റം ഓവർ എ പീരീഡ് ഓഫ് ടൈമിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സാധാരണയായിട്ട് മെത്തേഡ്സ് ഓഫ് ട്രെൻഡ് അനാലിസിസ് we can done in following 3 ways: through trend percentages, trend ratio അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് മെത്തേഡിലൂടെ. So trend analysis may be done in 3 ways: trend percentages, trend ratios, graphic methods. So trend ratio ആണ് ഇതിൽ ഏറ്റവും widely used ആയിട്ടുള്ളൊരു മെത്തേഡ്. Then computation of the trend ratio കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് എ ബേസ് ഇയർ.
ഒരു ബേസ് ഇയർ നമ്മൾ എടുക്കണം. ജനറലി ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. ആൻഡ് ടേക്ക് ദ ഫിഗേഴ്സ് ഓഫ് ദ ബേസ് ഇയർ ആസ് 100. എന്നിട്ട് ആ ഫിഗർ ബേസ് ഇയറിൻ്റെ ഫിഗർ 100 ആണെന്ന് നമ്മൾ വിചാരിക്കാം. ആൻഡ് കാൽക്കുലേറ്റ് ദ ട്രെൻഡ് പെർസെൻറ്റേജ് ഇൻ റിലേഷൻ ടു ബേസ് ഇയർ. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ട്രെൻഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. So each year's figure is divided by the base year figure. If the amount of the same item in the other statement is more than the base statement, അല്ലെങ്കിൽ the trend percentage would be more than the 100%, and if the amount is less than the base amount, the trend percentage would be less than the 100%. So ഏതൊരു ബേസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ the trend percentage 100%ലും കൂടുതലാണെങ്കിൽ, and if the amount is less than the base amount, the trend percentageും എന്തിനും കുറവായിരിക്കും? ലെസ് ദാൻ 100%ഉം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഞാൻ ഒന്നും കൂടി പറയാം. സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ട്രെൻഡ് റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടു സെലക്ട് എ ബേസ് ഇയർ. നമുക്ക് നമ്പർ ഓഫ് ഒരു 5 ഇയേഴ്സിൻ്റെ ഒരു 2015, 16, 17, 18, 19, 20 തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഏതാ? 2015 അല്ലേ? സോ അത് ബേസ് ഇയർ ആയിട്ട് എടുക്കുക. ജനറലി ദ ഫസ്റ്റ് ഇയർ ഈസ് ടേക്കൺ ആസ് ദ ബേസ് ഇയർ ആൻഡ് ടേക്ക് ദ ഫിഗേഴ്സ് ഓഫ് ദ ബേസ് ഇയർ ആസ് 100. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ട്രെൻഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. സോ ഈച്ച് ഇയേഴ്സിൻ്റെ ഫിഗർ, ഇപ്പോൾ 2015 ബേസ് ആയിട്ട് എടുക്കണേ. സോ 2016 എടുക്കുക. 2016 ഈച്ച് ഐറ്റം ഈസ് ഡിവൈഡഡ് ബൈ ദ ബേസ് ഇയേഴ്സ് ഫിഗർ. സോ അതേ ഇപ്പോൾ ബേസ് ഇയറിൻ്റെ ഫിഗർ എന്താണോ തന്നിട്ടുള്ളത് അതും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ദെൻ നമുക്ക് എന്തിലേക്ക് മാറ്റണം? 100%ലേക്ക് മാറ്റണം. സോ ഇറ്റ് ഈസ് മോർ ദാൻ ദ ബേസ് സ്റ്റേറ്റ്മെൻറ്റ്, ബേസ് സ്റ്റേറ്റ്മെൻറ്റിനെക്കാട്ടി കൂടുതലാണ് വെച്ചാൽ ദ ട്രെൻഡ് പെർസെൻറ്റേജ് വുഡ് ബി മോർ ദാൻ 100. ആൻഡ് ഇഫ് ദ എമൗണ്ട് ഈസ് ലെസ് ദാൻ ദ ബേസ് എമൗണ്ട്, ദ ട്രെൻഡ് പെർസെൻറ്റേജ് വുഡ് ബി ലെസ് ദാൻ 100. സോ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. സോ ഡെഫിനീഷൻ which is that a trend is a general direction and tendency, and trend analysis is a method of analysis that allows traders to predict what will happen in a stock in the future. So this is one of the example we can say while analyzing the stock performance. The trend analysis is based on historical data about the performance or overall trend of the market കണ്ടുപിടിക്കാനും നമുക്ക്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രെൻഡ് അനാലിസിസിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ I hope you will understand about the theory part of the trend analysis, the meaning, objectives, methods and steps in computation of the trend ratios. Then next we will do one problem. So in that problem you will given some information from 2016 to 2019, and it is an operations of a manufacturing company. Using trend ratios we have to find out the comparative income statement. Okay, then we will do the problem now. So this is that problem. So we have to find out the income statement of that company using the trend ratio. This is the problem. Net sales are given for these 4 years, 2016, 2017, 2018, 2019. And cost of goods sold, gross profit, operating expenses, and at last operating net profit is given as well. So this is the question. And the solution here we have to, നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആണ് വരയ്ക്കേണ്ടത്. ഐറ്റംസ് എഴുതാനായിട്ട് ഒരു കോളം, then 2016 amounts in lakhs, 2017, 2018 and 2019 as well. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇവിടെ ആൻസർ സൊല്യൂഷനിലേക്ക് എടുത്ത് എഴുതേണ്ടതായിട്ടുണ്ട്. സെയിം അത് തന്നെ, നെറ്റ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഇനി ട്രെൻഡ് അനലൈസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ഇയർ വേണം. അതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ ബേസ് ഇയർ ആയിട്ട് എപ്പോഴും ഫസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ. അപ്പൊ 2016 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ. അപ്പൊ അതിനെ നമുക്ക് എന്തെടുക്കാം? അപ്പൊ നെറ്റ് സെയിൽസിന്റെ ബേസ് ഇയർ 80, മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ബേസ് ഇയർ 60, ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസ് ഇയർ 20, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ ബേസ് 10, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിന്റെ 10. സോ 2016 ബേസ് ഇയർ ആയിട്ട് വേണം നമുക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ.
അപ്പൊ നമുക്ക് ആദ്യം നോക്കാം 2017, 18 ആൻഡ് 19 നമ്മൾ 3 വർഷത്തെ ട്രെൻഡ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. സോ നെറ്റ് സെയിൽസിന് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ട്രെൻഡ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് 2017 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2017ന്റെ ആക്ച്വൽ എമൗണ്ട് എടുക്കുന്നു. ഇപ്പൊ ഇൻ ലാക്സ് ആണ്, അപ്പൊ 70 lakh ആണ്. ബട്ട് നമ്മൾ 70 ആണ് എഴുതിയേക്കുന്നത്. സോ 70 ഡിവൈഡഡ് ബൈ 80 into 100 അതാണ് 2007. മനസ്സിലായോ? 70 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ into 100. സോ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 88% ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ 2018 എടുക്കുമ്പോൾ നമ്മൾ 100 എടുക്കുന്നു. 100 ഡിവൈഡഡ് ബൈ 80 into 100. സോ നമുക്ക് 125 കിട്ടുന്നു. ദെൻ അഗെയിൻ 120 ഡിവൈഡഡ് ബൈ 80 into 100. സോ നമുക്ക് 150 കിട്ടുന്നു. അങ്ങനെ അപ്പോൾ നെറ്റ് സെയിൽസിന് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ 55 ഡിവൈഡഡ് ബൈ 60 into 100 എത്ര വരുന്നു? 92. ദെൻ അതുപോലെ തന്നെ 72 ഡിവൈഡഡ് ബൈ 60 into 100 നമുക്ക് 120 കിട്ടുന്നു. അതുപോലെ തന്നെ 80 ഡിവൈഡഡ് ബൈ 60 into 100 നമുക്ക് 133 കിട്ടുന്നു. സോ ഇതിന് ശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് 15 ഡിവൈഡഡ് ബൈ ബേസ് 20 into 100 നമുക്ക് 75 കിട്ടും. 28 ഡിവൈഡഡ് ബൈ 20 into 100 നമുക്ക് 140 കിട്ടും. ദെൻ 40 ഡിവൈഡഡ് ബൈ 20 into 100 നമുക്ക് 200 കിട്ടും. അതുപോലെ this is the base year for operating expenses because 2016 we taken it as the base. So 9 divided by 10 into 100 നമുക്ക് we will get 90, and 12 divided by 10 into 100 we will get 120. 25 divided by 10 into 100 we will get 250. And after that operating net profit ഇതുപോലെ തന്നെ 6 divided by 10 into 100 we will get 60, and 16 divided by 10 into 100 we get 160, and 15 divided by 10 into 100 we get 150. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ട്രെൻഡ് പെർസെന്റ് അനലൈസ് അത് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ട്രെൻഡ് പെർസെന്റേജസ് കണ്ടുപിടിക്കുന്നു. ഇതിന്റെ നമുക്ക് എന്ത് നടത്താം? ഇന്റർപ്രിട്ടേഷൻ എഴുതാം. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? ദാറ്റ് ഈസ് ദ സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹാവ് ഡിക്ലൈൻഡ് ഇൻ 2017. അല്ലെ? 2017 കമ്പയറിംഗ് ടു 2018-19 sales, cost of goods sold and gross profit is declined. And on other hand, the sales, cost of goods sold and operating expenses have increased in 2018 and 19 as compared to the 2017. So in 2019, the increase in sales is more than the increase in cost of goods sold. അതുകൊണ്ട് തന്നെ 2019 ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറവായത് കൊണ്ട് തന്നെ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടുതലാണ്. സോ നമുക്കത് എഴുതാൻ പറ്റുന്നു. ആൻഡ് hence the operating net profit is much higher as compared to 2017. Operating profit higher ആണ്. 2017 കമ്പയർ ചെയ്യുമ്പോൾ 2019 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹയർ ആണ്. കണ്ടോ? 60 ആണ് ഇവിടെ 150 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻ 2019 the rate of operating net profit is little lower as compared to 2018. സോ 2018 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2019 കുറച്ച് കുറവാണ്. അതിന് കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 2019 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹയർ ആണ് ആസ് കമ്പയർ ടു ദ 2018. മനസ്സിലായോ? സോ ഇതുപോലെ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എഴുതാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫിനാൻഷ്യൽ പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു draw the trend percentage analysis for a manufacturing company using the trend ratio. Thank you all. Have a great day.